ലാൽ സലാം മോഹൻലാൽ നായകനെത്തിയ ജിത്തു ജോസഫ് സിനിമ നേര് 20 ദിവസങ്ങൾ പിന്നിടുകയാണ്. 20-ാം ദിവസത്തിലേക്ക് കടക്കുന്ന ഈ ഒരു സിനിമ 774ഓളം ഷോകൾ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് 9% മുകളിൽ ഒക്യുപ്പൻസിയോടെ കൂടി 20,000-ന് മുകളിൽ ആളുകൾ കണ്ടു എന്നുള്ളത് തന്നെയാണ്. ഇന്ന് ഒരു വർക്കിംഗ് ഡേ ആണ്. നമുക്കറിയാം 3-ാമത്തെ ആഴ്ചയിലേക്ക് കടക്കുന്നു. വലിയ രീതിയിൽ ഒരുപാട് തിയേറ്ററുകളിലുള്ള സിനിമയാണ് ഈ ഒരു നേര് എന്ന സിനിമ. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ഇടിവ് പ്രതീക്ഷിക്കാം. ആ ഇടിവ് ഇവിടെ ഉണ്ടാകുന്നു എന്നുള്ളത് മാത്രമാണ്. എന്തായാലും സിനിമയുടെ ഇന്നത്തെ ട്രാക്ഡ് കളക്ഷൻസിൽ വന്നിരിക്കുന്നത് 31 ലക്ഷത്തോളം രൂപയാണ്. അതായത് ഒരു 50 ലക്ഷം രൂപയോളം ഇന്നും സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. എന്താണേലും അതിഗംഭീരമായിട്ട് തന്നെയാണ് സിനിമ കുതിക്കുന്നത്. ഇതിനോടകം സിനിമ 75 കോടി കഴിഞ്ഞു, 80 കോടി കഴിഞ്ഞ് 90 കോടിയിലേക്ക് മുന്നേറുന്നു എന്നുള്ളതാണ് എടുത്തു പറയാനുള്ള കാര്യം. എന്താണേലും ഇവിടെ റെക്കോർഡുകൾ തകർത്തുകൊണ്ട് സിനിമ മുന്നോട്ട് പോവുകയാണ്. വീണ്ടും ഒരു മോഹൻലാൽ ചിത്രം 100 കോടിയിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരു പക്ഷേ മലൈക്കോട്ടെ വാലിബൻ ഇല്ലായിരുന്നുവെങ്കിൽ ഇത് തീർച്ചയായിട്ടും 150 കോടി ആ റേഞ്ചിലേക്ക് പോയേനും. ഇതിപ്പോൾ 100 കോടിയിലേക്ക് ടച്ച് ചെയ്യുമെന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല. സിനിമ ഒരു പക്ഷേ മലൈക്കോട്ടെ വാലിബനെ ബേസ് ചെയ്തിട്ട് തന്നെയായിരിക്കാം കളക്ഷനും കാര്യങ്ങളുമൊക്കെ വരാൻ പോകുന്നത്. എന്താണേലും ഈ ഒരു വർക്കിംഗ് ഡേയിലും മികച്ച രീതിയിലുള്ള കളക്ഷൻ തന്നെയാണ് സിനിമയ്ക്ക് ലഭ്യമായിട്ടുള്ളത്. എന്താണേലും ഈ ഒരു സിനിമ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ ഒന്നേ പറയാനുള്ളൂ, വീണ്ടും മലയാളത്തിൽ ഒരു ചെറിയ പടം വന്ന് വമ്പൻ ഹിറ്റടിക്കുന്ന ഒരു കാഴ്ച. ഇനിയും മലയാളത്തിലെ 2023 പല റെക്കോർഡുകളും ഈ സിനിമ വരുന്ന ദിവസങ്ങളിൽ തീർക്കും എന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല. എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ലാൽ സലാം.